നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ കറിയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ആപ്പത്തിനും ദോശയ്ക്കും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ വഴുതനങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ചെറിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ വഴുതനങ്ങ ആവണമെന്ന് നിർബന്ധമില്ല. ഏത് വഴുതനങ്ങ വെച്ചിട്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഇനി ഈ വഴുതനങ്ങ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വഴുതനങ്ങയുടെ ആ തലഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് 2 ആക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ നടു പിളർന്നിട്ട് ഒന്നുകൂടി കട്ട് ചെയ്യുക. 4 ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യണ്ട. നൈസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വഴുതനങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് കനത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ ബാക്കിയുള്ള വഴുതനങ്ങയെല്ലാം വെള്ളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കണം, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 3 ചെറിയ പൊട്ടറ്റോയും കൂടി തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 1/4 കിലോ പൊട്ടറ്റോ ഉണ്ടാവും. അധികം പൊട്ടറ്റോ വേണ്ടാന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ വഴുതനങ്ങയ്ക്ക് 1/2 കിലോ പൊട്ടറ്റോയും എടുക്കാം. ഇനി ഈ പൊട്ടറ്റോയും കൂടി ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്തില്ലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണ്ട. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സ്ക്വയറാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ പൊട്ടറ്റോയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. കാരണം പൊട്ടറ്റോ കറുത്ത് പോവുകയുള്ളൂ വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ചെറിയ സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചെറുതാണ്. മീഡിയം സൈസിലുള്ള സവാളയൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണം മതി. 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇതൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ ഒരു ടീസ്പൂണിലധികം ഉണ്ടാവും. അധികം എണ്ണ വേണ്ടാന്ന് കരുതിയിട്ടാണ്. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ നോൺ സ്റ്റിക്ക് അല്ലേ, അധികം എണ്ണ ആവശ്യമില്ലല്ലോ. ചീനച്ചട്ടി ആണെങ്കിൽ കൂടുതൽ എടുത്തോളൂ. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഇട്ടതിന് ശേഷം ജീരകം ഒന്ന് ചെറുതായിട്ട് ചുമന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും റോസ്മല്ലൊക്കെ ഒന്ന് ചെറുതായി പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ പൊടിയായി അരിഞ്ഞ സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്താൽ പോരാ, ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് ഉടച്ച് ചേർക്കണ്ട. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെച്ച് കൊടുക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഈ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കുക. ആ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ ഞാൻ പൊടികളിടുമ്പോൾ നല്ലോണം താറ്റി വെച്ചിരുന്നു. പാകത്തിന് ഫ്ലെയിം ആക്കിയിട്ട് കരിയില്ല, സൈഡിലല്ലേ, അപ്പോൾ ഒന്ന് പാന് ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ തക്കാളിയും ഉള്ളി ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് കൂട്ടി ചേർത്തിട്ട് പാൻ നേരെ വെച്ചിട്ട് നേരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികൾ നമ്മുടെ തക്കാളിയും ഉള്ളിയിൽ
ആക്കിയിട്ട് നേരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ നേരെ വഴറ്റി കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നേരത്തെ ഉടച്ചു കൊടുക്കണ്ടെന്നല്ലേ, ഇനി നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് ചേർന്നിട്ട് നല്ല മസാല ആയിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നമ്മൾ ഗ്രേവി നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ നല്ല കുറവുണ്ട്. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ആ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ, ആ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് പൊട്ടറ്റോന് ഒന്നുകൂടി വേവ് ഉണ്ടല്ലോ വഴുതനങ്ങയെക്കാട്ടിലും. വേണമെന്നുണ്ടെങ്കിൽ 2ഉം ഒപ്പം ഇട്ട് കൊടുക്കാം. പക്ഷേ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് വേവുമ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പൊട്ടറ്റോ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പൊട്ടറ്റോ ഒക്കെ ഒരു പകുതിയിലധികം, ഒരു 3/4 വേവോളം വെന്തിട്ടുണ്ട്. നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളം വറ്റി പോവുകയും ചെയ്യും, പൊട്ടറ്റോ വേവുകയും ചെയ്യില്ല. ഒരു 5-8 മിനിറ്റ് നേരം ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വെള്ളത്തിലിട്ട് വെച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, ആ വഴുതനങ്ങ നല്ലോണം ഇതുപോലെ പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 തവണ ഞാൻ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാവണം, അല്ലെങ്കിൽ വഴുതനങ്ങയുടെ കറ ഉണ്ടാകുമ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. ഉപ്പ് നമ്മൾ ആ മസാലയിൽ ടേസ്റ്റ് നോക്കുക, എത്രമാത്രം ഉപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ പൊട്ടറ്റോയിലേക്കുള്ള ഉപ്പേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതാണ് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ ഇത് നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി കുക്ക് ചെയ്യുക. ഇനി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വഴുതനങ്ങയിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് വഴുതനങ്ങ വേവും. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയണം, നന്നായിട്ട് ഇതുപോലെ കുഴഞ്ഞു പോകണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. രണ്ടിനും ഒരു വേവ് ആവാത്തതുകൊണ്ടാണ് പൊട്ടറ്റോയും നല്ലോണം വേവണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം പൊട്ടറ്റോ ഇട്ടിട്ട് ഒന്ന് വെന്തതിന് ശേഷം വഴുതനങ്ങ ഇട്ടത്. വഴുതനങ്ങ നല്ലോണം കുഴയണേ, എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അടിപൊളി വഴുതനങ്ങ കറി, ഒരുപാട് മസാലകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള മസാലകൾ മാത്രമേ ഉള്ളൂ. ഈ വഴുതനങ്ങ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.